ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താണെന്നറിയുമോ? ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച ഷിക്കാഗോയിലുള്ളൊരു കേരള സ്റ്റോറിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് കുറച്ച് സ്നാക്സ് ഒക്കെ വാങ്ങിച്ചിട്ടാണ് വന്നത്. ഉഴുന്നുവട, പഴംപൊരി, പരിപ്പോട അങ്ങനെയൊക്കെ. പക്ഷേ വീട്ടിലെത്തിയിട്ട് പഴംപൊരി കഴിച്ച് നോക്കിയപ്പോൾ ഒരു ചാണാപ്പള്ളി പഴംപൊരി ആയിരുന്നു. ഒന്നിനും കൊള്ളൂലായിരുന്നു. പഴമൊക്കെ പഴുക്കാത്ത പച്ചയായിട്ടൊക്കെ ഇരിക്കുകയായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം വാങ്ങിച്ച ഏത്തപ്പഴം നന്നായിരുന്നു. സോ നമ്മൾ ഇന്ന് പഴംപൊരി ഉണ്ടാക്കാൻ പോവുകയാണ്. അതിലുണ്ടാക്കിയ ബീഫ് കറി ഉണ്ട്. അപ്പോൾ രാത്രി വേണമെങ്കിൽ പഴംപൊരി ബീഫ് കറി ആയിട്ടും കഴിക്കാം. ആദ്യം നമുക്ക് പഴം തൊലി കളഞ്ഞ് കട്ട് ചെയ്യാം. ഞാൻ കട്ട് ചെയ്യുമ്പോൾ ആദ്യം പകുതിയായിട്ട് കട്ട് ചെയ്യും. അതിനുശേഷം ഒരു 3 പീസസ് ആയിട്ടാണ് കട്ട് ചെയ്യുന്നത്. ഒരുപാട് കട്ട് ആയി കഴിഞ്ഞാൽ പഴംപൊരിക്കാനൊരു ടേസ്റ്റ് വരില്ല. സോ ഒരു മീഡിയം സൈസ് പോലെ ഒരു ഇതിന് 3ആയിട്ട് കട്ട് ചെയ്യുന്നുണ്ട് ഇവിടെ. ഇനി നമുക്ക് പഴംപൊരി മുക്കി പൊരിക്കാനുള്ള മാവ് ഉണ്ടാക്കാം. ഞാനിവിടെ അതിനുള്ള പാത്രങ്ങളൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു ബൗളിലോട്ട് ഞാനിവിടെ ഓൾ പർപ്പസ് ഫ്ലോർ, അതായത് മൈദ 1 കപ്പ് എടുക്കുന്നുണ്ട്. ഒരു 2-3 ടീസ്പൂൺ ഷുഗർ ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ ഉപ്പ്, പിന്നെ ഒരു ഓൾമോസ്റ്റ് 3/4 കപ്പ് വെള്ളമാണ് ഞാൻ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. പിന്നെ ഞാൻ 1 ടീസ്പൂൺ അരിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് നല്ല പുറമേ മൊരിഞ്ഞ് വരാൻ വേണ്ടിയിട്ടാണ് ആഡ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് ഇത് പൊരിച്ചെടുക്കാനുള്ള ആവശ്യത്തിനുള്ള എണ്ണ വേണം. അപ്പോൾ നമ്മുടെ എണ്ണ ചൂടായിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് പഴംപൊരി പൊരിച്ചെടുത്ത് കഴിഞ്ഞാൽ റെഡി. ഹോപ്പ്ഫുള്ളി ടേസ്റ്റ് ഉണ്ടാവും. കാരണം എപ്പോൾ ഉണ്ടാക്കിയാലും ഹിറ്റ് ഓർ മിസ് ആണ്. അതുകൊണ്ട് ഞാൻ അധികം ഉണ്ടാക്കാൻ നിൽക്കാത്ത ഒരു സാധനമാണ്. എനിക്ക് തോന്നുന്നു ലാസ്റ്റ് പഴംപൊരി ഉണ്ടാക്കിയത് അമ്മ വന്ന സമയത്ത് നമുക്ക് കുറച്ച് നല്ല പഴം കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോഴായിരുന്നു തോന്നുന്നു. കുറേ കാലമായി. ഇനി നമുക്ക് ഓരോ സ്ലൈസസും നമ്മളിപ്പോൾ ഉണ്ടാക്കിയ ബാറ്ററിലോട്ട് മുക്കിയിട്ട് എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം. നമ്മൾ ഇടുന്നതിന് മുമ്പ് എണ്ണ ശരിക്കും ചൂടായിട്ടുണ്ടോ എന്ന് കൺഫേം ചെയ്യണം, അല്ലെങ്കിൽ നന്നായിട്ട് മുരിഞ്ഞ് വരും. നമ്മൾ ഫസ്റ്റ് ബാച്ച് പൊരിക്കാൻ വേണ്ടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പഴംപൊരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിന് നമുക്കൊരു ടിഷ്യൂ പേപ്പറിലോട്ട് എടുത്ത് വെക്കാം. അപ്പോൾ എക്സസ് ആയിട്ടുള്ള എണ്ണയൊക്കെ ടിഷ്യൂ വലിച്ചെടുക്കും. അപ്പോൾ നമുക്ക് കഴിക്കാറാകുമ്പോഴേക്കും ഒത്തിരി ഓയിലി അല്ലാത്ത പഴംപൊരി കഴിക്കാൻ. നമ്മുടെ ഫസ്റ്റ് ബാച്ച് പഴംപൊരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചൂടാറിയിട്ട് ട്രൈ ചെയ്ത് നോക്കാം. നമുക്കിനി അടുത്തത് ഇടാം. പഴം നല്ല പരുവം തന്നെ കണ്ടിട്ട് പ്രതീക്ഷയുണ്ട്. അടിയിലുള്ളടുത്തോട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട്. നല്ല പഴുത്തോ. കറക്റ്റ്. അങ്ങനെ പഴുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് ഞാൻ വിചാരിക്കും കറുത്ത് എനിക്കറിയാം. ഇത് കറുത്താലും ചിലപ്പോൾ അകത്ത് പഴുക്കൂലെന്ന്. അതുകൊണ്ട് ഞാൻ 2 ദിവസം വെയിറ്റ് ചെയ്ത് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. ടേസ്റ്റ് ഉണ്ടല്ലേ? വേണമെങ്കിൽ രാത്രി ബീഫ് കറി ഇരിക്കുന്നുണ്ട്. പഴംപൊരി ടിഷ്യൂല് വേണ്ട, ഒരു പൊറോട്ടയിൽ പൊതിഞ്ഞെടുത്തോ. കരിക്കിലൊരു ഇതുണ്ട്. ആണോ? ആരും ചെയ്യുന്നുണ്ടായിരുന്നല്ലോ ഇതുപോലെ പഴംപൊരി ബീഫും പൊറോട്ടയ്ക്ക് അകത്ത് വെച്ചിട്ട് ചുരുട്ടി തിന്നാണ്. ഫുഡ് കണ്ടപ്പോൾ നന്നായിരിക്കാണ്. പഴംപൊരി എഴുതുന്ന പട്ടി അങ്ങനൊന്നുമില്ല. തിന്നുന്നത് പണ്ട് പഴം വരെ തിന്നുമായിരുന്നു. കൊച്ചിലെ പഴം തന്നെയായിരുന്നു. ഞങ്ങളൊരു പഴംപൊരി ട്രൈ ചെയ്ത് നോക്കി. നല്ല ടേസ്റ്റ് ഉണ്ട്. ഇപ്പം എടുത്തു കഴിഞ്ഞാൽ പെട്ടെന്നെല്ലാം കൂടി തീർന്നു. അപ്പോൾ ചായ ഉണ്ടാക്കിയിട്ട് അപ്പോഴേക്കും ഏട്ടൻ സിദ്ധുവിനെ വിളിച്ചിട്ട് തരും. അപ്പോൾ നമുക്ക് ഫാമിലി ആയിട്ടിരുന്ന് പഴംപൊരിയും ചായയും കുടിക്കാം. ഇപ്പോൾ വൈകിട്ടായിട്ടുള്ളെങ്കിലും ഭയങ്കര ഇരുട്ടായി പുറത്ത്, വിൻ്റർ ആയതുകൊണ്ട്. അങ്ങനെ ഇരിക്കുന്നു. അപ്പം നമ്മുടെ പഴംപൊരി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചായ ഉണ്ടാക്കാം. ചായ ഉണ്ടാക്കാനായിട്ട് ഇപ്പം എനിക്കൊരു സ്പെഷ്യൽ പാത്രമുണ്ട്.
അങ്ങനെ ഞാൻ അവർ പ്ലേസിൻ്റെ മിനി പോട്ട് വാങ്ങിച്ചു ഇപ്രാവശ്യത്തെ താങ്ക്സ് ഗിവിങ് സെയിലിന്. സ്ഥിരമായിട്ട് ഞാൻ ചായ ഉണ്ടാക്കുന്നത് എൻ്റെ സ്റ്റെയിൻലെസ് പാത്രത്തിലാണ്. പക്ഷെ അത് ക്ലീൻ ചെയ്യണം ആലോചിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ചായ ഉണ്ടാക്കാനേ തോന്നില്ല. അത്ര ഡിഫിക്കൽട്ടാണ് അടിയിൽ ഒറ്റിപ്പിടിച്ച്. അല്ലാണ്ട് ഞാൻ സ്റ്റെയിൻലെസ് കുക്ക് ചെയ്യുമ്പോൾ ചൂടുവെള്ളം കഴിച്ചാൽ പോകും. പക്ഷെ ഇത് പാലും എല്ലാം കൂടി പിടിച്ചിട്ടിരുന്നിട്ട് ഭയങ്കര സ്ട്രെസ്ഫുള്ളാണ്. അതുകൊണ്ട് ഞാൻ അവർ പ്ലേസിൻ്റെ ഈ മിനി പോട്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാമെന്ന് കരുതി. ഇത് ഡിഷ് വാഷറിൽ വെക്കാൻ പറ്റില്ല, ബട്ട് ഇറ്റ്സ് വെരി ഈസി ടു യൂസ്. കുറച്ച് വെള്ളം ഒഴിച്ച് ജസ്റ്റ് ബ്രഷ് വെച്ച് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ പെട്ടെന്ന് ക്ലീൻ ചെയ്യും. ഇറ്റ്സ് നോൺ സ്റ്റിക്ക്, അതാണ് എൻ്റെ മെയിൻ ഗുണം. പിന്നെ വേണമെങ്കിൽ കറി വെക്കാനൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. പക്ഷേ മെയിൻ പർപ്പസ് ഇസ് ടു മേക്ക് ചായ. അപ്പോൾ നമുക്ക് അവർ പ്ലേസിൻ്റെ പാത്രം യൂസ് ചെയ്ത് ചായ ഉണ്ടാക്കാം. എൻ്റെ സ്പെഷ്യൽ ചായ ഏട്ടനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. എനിക്ക് ചെറുപ്പം തൊട്ടേ ചായയും കോഫിയും കുടിക്കുന്ന ശീലമൊന്നുമില്ല. ചായയൊക്കെ തരാണ്ടാണ് എൻ്റെ അച്ഛനും അമ്മയും വളർത്തിയത്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ രണ്ടുപേരും ഭയങ്കര ചായ കുടിക്കാരായിരുന്നു. അപ്പോൾ വിചാരിച്ചു മക്കളായിട്ട് ചുമ്മാ ചായ കുടിക്കണ്ട ഫുൾ ടൈം. അതുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങനെ ചായ ഒന്നും തരില്ലായിരുന്നു. വല്ലപ്പോഴും വല്യമ്മേൻ്റെ വീട്ടിലൊക്കെ പോകുമ്പോഴാണ് ചായയൊക്കെ കുടിക്കുന്നത്. അപ്പോൾ ചായനോട് അങ്ങനെ ഒരു ഇഷ്ടം അങ്ങനെ ഇല്ല. അപ്പോൾ ആ ഒരു ശീലമില്ലാത്തതുകൊണ്ട്, കാരണം കാലത്ത് എണീറ്റ് വെള്ളം കുടിച്ചാൽ മതി, അത് ഞങ്ങൾക്ക്. ആക്ച്വലി ഏട്ടനെന്നെ കല്യാണം കഴിച്ചിട്ട് ഏട്ടനും ചായ കുടിക്കുന്ന ശീലം ഇല്ലാണ്ടായി. കാരണം എനിക്ക് ചായ ഉണ്ടാക്കുന്ന ശീലമില്ല. അപ്പോൾ ഏട്ടനും വിചാരിച്ചു ഓക്കെ ചായ വേണ്ട. പിന്നെ എൻ്റെ വീട്ടിലെല്ലാവരും കട്ടൻ ചായ കുടിക്കാറ്. അപ്പോൾ അങ്ങനെ പാൽ ചായ ഉണ്ടാക്കി എനിക്ക് ശീലമില്ല. ഞാൻ ഈ അടുത്താണ് ആക്ച്വലി ശരിക്കും ചായ ഉണ്ടാക്കാൻ പഠിച്ചത്. അപ്പോൾ എൻ്റെ അടുത്ത് എല്ലാവരും ചോദിക്കാറുണ്ട് ചായയാണോ കോഫി. അപ്പോൾ എനിക്കിങ്ങനെ മെസ്സേജ് വരാറുണ്ട് ചായയാണോ കോഫിയാണോ കൂടുതൽ ഇഷ്ടം എപ്പോഴും ഉണ്ടാക്കാമല്ലോ. അപ്പോൾ ഞാൻ റീസെൻ്റായിട്ട് സിദ്ധു ജനിച്ചതിന് ശേഷമാണ് ശരിക്കും കോഫിയിൽ നിന്നാണ് തുടങ്ങിയത്, ബ്ലാക്ക് കോഫി കുടിക്കാൻ തുടങ്ങി. കാരണം ഞാൻ ഭയങ്കര സ്ലീപ്പ് ഡിപ്രൈവ്ഡ് ആയിരുന്നു ആ സമയത്ത്. അപ്പോൾ ഇനി കാലത്തൊക്കെ എന്തായാലും രാത്രി ഉറക്കില്ല, പക്ഷെ കാലത്ത് എണീക്കണമല്ലോ ജോലിക്ക് പോകാനും പിള്ളേരുടെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ നമ്മൾ ഉറങ്ങി ശരിയാവില്ലല്ലോ. അപ്പോൾ ഒരു മരുന്ന് പോലെയാണ് ശരിക്കും കോഫി കുടിക്കാൻ തുടങ്ങിയത്. പിന്നെ ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ചായ ഉണ്ടാക്കി തുടങ്ങി. പക്ഷെ എനിക്ക് പ്ലെയിൻ ചായ കുടിക്കുന്നതിനേക്കാളും ഏലക്ക ഇട്ടതോ അല്ലെങ്കിൽ മസാല ചായയോ, കാരണം ഞാൻ ഹൈദരാബാദ് മാസ്റ്റേഴ്സിന് പഠിക്കുന്ന സമയത്ത് അവിടെ പുറത്ത് കോളേജിൻ്റെ പുറത്ത് തന്നെ ഇങ്ങനെ ഒരു തട്ട് ചായ പ്ലേസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ചെറിയ ഗ്ലാസ്സിൽ അവർ മസാല ചായയൊക്കെ തരുമ്പോൾ കുടിക്കാൻ നല്ല ടേസ്റ്റാണ്. നമ്മൾ എക്സാം ടൈമിലും അങ്ങനെ ജസ്റ്റ് വൈകുന്നേരമൊക്കെ പുറത്തോട്ട് ജസ്റ്റ് ഗേറ്റിൻ്റെ പുറത്ത് ഇറങ്ങുമ്പോൾ തന്നെ മാതാപൂർ അവിടെ ഒരു ചായ സ്ഥലം കാണും. അപ്പോൾ ഞാൻ മസാല എന്തെങ്കിലും ഇടും. അപ്പോൾ ഏലക്കായ ഇടും, ചിലപ്പോൾ ഇഞ്ചി ഇടും, ചിലപ്പോൾ മറ്റേ മസാലകളിടും, ചിലപ്പോൾ സിനമൺ ഇടും. അപ്പോൾ ഏട്ടൻ പറയും ഞാൻ ഉണ്ടാക്കുകയാണെങ്കിൽ എന്തെങ്കിലും ഇട്ട ചായയെ കിട്ടുള്ളൂ, ഏട്ടൻ ഉണ്ടാക്കുകയാണെങ്കിൽ പ്ലെയിൻ ചായ ഉണ്ടാക്കും. അപ്പോൾ നമുക്ക് ഇന്ന് ഇഞ്ചിയും ഏലക്കായും കൂടി ഇട്ടിട്ട് ഒരുമിച്ചിട്ടിട്ടുള്ള ചായ ഉണ്ടാക്കാം. അപ്പം ഞാനതിന് ഇഞ്ചി ചതക്കട്ടെ. ഒരുപാടൊന്നും വേണ്ട, ഒരു ചെറിയ കഷ്ണം മതി. ഇത്രയുള്ളൊരു കഷ്ണം ഞാൻ യൂസ് ചെയ്യുന്നുള്ളൂ. നീയെ കുറേ നേരം ക്ഷമയോടുകൂടി പഴംപരിക്കായിട്ട് കാത്തിരിക്കണം. അങ്ങനെ ചായയും കൂടി ഉണ്ടാക്കിയിട്ട് തരാമെന്ന് പറഞ്ഞു. അവരും ഡിഫറെൻ്റ് ആയിട്ടല്ലേ ചായ ഉണ്ടാക്കുക. അപ്പം ഞാൻ ചായ ഉണ്ടാക്കുമ്പോൾ ആദ്യം വെള്ളം തിളപ്പിച്ചിട്ടാണ് ചായ ഉണ്ടാക്കണേ. അപ്പോൾ ഈ വെള്ളം തിളപ്പിക്കുന്നതിലോട്ട് ഇപ്പോൾ ഉള്ള ഇഞ്ചി ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു 2-3 ഏലക്കായും കൂടി. ഏട്ടൻ ഉണ്ടാക്കുമ്പോൾ ഏട്ടൻ വെള്ളവും പാലും ഒരുമിച്ച് ചേർത്തിട്ടാണ് ഉണ്ടാക്കുക. പക്ഷെ എനിക്ക് തോന്നുന്നു അങ്ങനെ ആകുമ്പോൾ കൂടുതൽ അടി പിടിക്കും എന്ന് തോന്നുന്നു. കാരണം ഇതാകുമ്പോൾ വെള്ളം തിളയ്ക്കുമ്പോൾ തേയിലയും പിന്നെ ഈ മസാല എല്ലാം നല്ലോണം വെള്ളത്തിൽ ഇങ്ങനെ എന്താ പറയുക നല്ലോണം പിടിക്കാൻ സമയമുണ്ട്. എന്നിട്ട് പാല് ചേർത്തിട്ട് തിളപ്പിച്ചെടുത്താൽ മതി. അതുപോലെ തന്നെ എനിക്ക് ഒരുപാട് കടുപ്പോ ഇഷ്ടമല്ല. അപ്പോൾ ഞാനൊരു മീഡിയം പരുവത്തിൽ ഉണ്ടാക്കുന്നത് ഞങ്ങൾക്ക് 2 പേർക്കും കൂടി കുടിക്കാൻ പറ്റിയ പോലെ. ഇനിയിപ്പോൾ ഇത് തിളച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചായ റെഡിയാണ്. അപ്പോഴേക്കും ഏട്ടനും മോനും തിരിച്ചെത്തും. I'll try this. ഇതിനോട് There we go. പറഞ്ഞത് 86 IP കേസിലായിരുന്നല്ലേ? രാജീവ് ഗാന്ധി IP കേസിലായിരുന്ന കള്ളം അപ്പോൾ ഞങ്ങളുടെ ചായ കുടിയൊക്കെ കഴിഞ്ഞു. പഴംപൊരി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു.
വല്ലപ്പോഴും ഇതുപോലത്തെ നല്ല പഴമൊക്കെ കിട്ടുള്ളൂ പഴംപൊരി ഉണ്ടാക്കാനായിട്ട്. സോ എല്ലാവരും ഹാപ്പിയായി. എപ്പോഴല്ലെങ്കിലും വല്ലപ്പോഴും ഇതുപോലെയൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ പിള്ളേർക്കും ഇഷ്ടമാണ്. നമുക്ക് നാട്ടിലത്തെ പോലെ ഇതൊന്നും പെട്ടെന്ന് വാങ്ങാനോ ഒന്നും കിട്ടാത്ത സാധനങ്ങളാണല്ലോ. അപ്പോൾ എന്നെ കൊണ്ട് പറ്റുമ്പോഴൊക്കെ ഞാൻ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാൻ ശ്രമിക്കാറുണ്ട്. അപ്പം ഞാൻ വിചാരിച്ച എപ്പോഴും ഞാൻ വ്ളോഗ്സ് അല്ലേ എടുക്കുന്നത്, അപ്പോൾ ഇതൊരു ചേഞ്ച് ആയിക്കോട്ടെ. പിന്നെ എപ്പോഴും വലിയ വീഡിയോസിലാണ്ട് ഇടയ്ക്കിടയ്ക്കൊക്കെ ഇതുപോലത്തെ ചെറിയ വീഡിയോസ് ഇടാം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ പറയണേ. അപ്പോൾ അത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വിശേഷം. എനിക്കിനി കുറച്ച് പണിയുണ്ട്, കുറച്ച് തുണി മടക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ അതിലോട്ട് ഇനി കിടക്കാൻ പോവാണ്. അപ്പോൾ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ഹാപ്പി വീക്കെൻഡ് ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.